തേങ്ങ അരച്ച തനിനാടൻ ചെമ്മീൻ കറി തയ്യാറാക്കിയാലോ. മൺചട്ടി ചൂടായതിനു ശേഷം ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ ഇതിലേക്ക് പെരിഞ്ചീരകം ചേർത്ത് കൊടുത്തു. ചെറുതായി അരിയുന്ന ചെറിയുള്ളി, വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു സവാള നീളത്തിൽ അരിഞ്ഞും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം 2 തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിയും കൂടി ചേർത്ത് നല്ല രീതിയിൽ തന്നെ വഴറ്റിയെടുക്കാം. തക്കാളി ഒന്ന് വെന്ത് വരുന്നതായിരിക്കും വഴറ്റിയെടുക്കാം. 2 പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് മസാലപ്പൊടിയിൽ സ്റ്റൗ സിമ്മിൽ വെച്ചിട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ വഴറ്റിയെടുക്കാം. ഇനി ഒരു അരമുറി തേങ്ങ മഞ്ഞൾപ്പൊടി ചെറിയുള്ളിയും ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ വഴറ്റിയെടുക്കാം. ഒരു 2 മിനിറ്റ് കുറുകിയതിന് ശേഷം നമുക്കിതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾ കറിക്ക് കട്ടിക്കനുസരിച്ചിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുത്ത് ഒന്ന് തിളച്ച് വരുന്നതിന് ശേഷം നമുക്ക് കഴുകിയെടുത്ത ചെമ്മീനും കൂടി ചേർത്ത് കൊടുത്ത് ഒരു 2 മിനിറ്റ് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ ചെമ്മീൻ കറി റെഡിയായി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി വെക്കുക. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നവരാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ